സ്കൂൾ പാഠപുസ്തകത്തിലൂടെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ചില അറിവുകൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. PSCയുടെ പുതിയ LDCയുടെ പുതിയ സിലബസ് അനുസരിച്ച് മനുഷ്യ ശരീരം നമ്മളുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഇങ്ങനെ ഇത് ബേസ് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ആ ടോപ്പിക് ബേസ് എങ്ങനെയാണെന്ന് നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചോളാം. ബയോളജി എന്ന പദത്തിൻ്റെ പിതാവാരാണ്? ബയോളജി എന്ന പദത്തിൻ്റെ പിതാവാരാണ്? ലാമാർക്കാണ്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ്? അരിസ്റ്റോട്ടിൽ. ഓർമ്മിക്കണം, ജീവശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ്? അരിസ്റ്റോട്ടിൽ. ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവാരാണ്? അരിസ്റ്റോട്ടിലാണ്. ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവാരാണ്? അരിസ്റ്റോട്ടിൽ. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവാരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. ഓർമ്മിക്കണം, സസ്യശാസ്ത്രത്തിൻ്റെ പിതാവാരാണ്? തിയോഫ്രാസ്റ്റസ്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം ഓർമ്മിക്കണം. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനം പറയപ്പെടുന്ന പേര് സൈറ്റോളജി. കോശത്തിൻ്റെ അല്ലെങ്കിൽ കോശത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? റോബർട്ട് ഹുക്കാണ്. ഓർമ്മിക്കണം, കോശത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന റോബർട്ട് ഹുക്ക്. കോശത്തെക്കുറിച്ച് ആദ്യമേ പ്രതിപാദിക്കുന്ന മൈക്രോഗ്രാഫി എന്ന പുസ്തകം രചിച്ചാണ് റോബർട്ട് ഹുക്ക്. വർഷം ഒരിക്കലും മറക്കരുത്, 1665. കോശത്തെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച മൈക്രോഗ്രാഫി എന്ന പുസ്തകം രചിച്ചാണ് റോബർട്ട് ഹുക്ക്. വർഷം 1665. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചവരാണ് MJ സ്ലീഡനും തിയോഡർ ഷോനുമാണ്. ഓർമ്മിക്കണം, കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചവരാണ് MJ സ്ലീഡനും തിയോഡർ ഷോനും. കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവികൾ ഏതൊക്കെയാണ്? വൈറസുകളാണ്. ഓർമ്മിക്കണം, കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവികൾ ഏതാണ്? വൈറസുകൾ. വൈറസിനെ കുറിച്ചുള്ള പഠനം വൈറോളജി. ബാക്ടീരിയയെ കുറിച്ചുള്ള ബാക്ടീരിയോളജിയാണ്. ഒരു കോശം മാത്രമുള്ള ജീവികൾ അറിയപ്പെടുന്ന പേര് ഏകകോശ ജീവികൾ. ഓർമ്മിക്കണം, ഒരു കോശം മാത്രമുള്ള ജീവികൾ അതാണ് ഏകകോശ ജീവികൾ. കോശങ്ങൾ പ്രധാനമായും രണ്ട് തരമാണ്, സസ്യകോശവും ജന്തുകോശവും. ഓർമ്മിക്കണം, കോശങ്ങൾ പ്രധാനമായും രണ്ട് തരം, സസ്യകോശവും ജന്തുകോശവും. സെൽ എന്നത് ഏത് ഭാഷയിൽ ഉടലെടുത്ത പദമാണ്? അത് ലാറ്റിൻ. ഓർമ്മിക്കണം, സെൽ എന്നത് ഏത് ഭാഷ രൂപം കൊണ്ട വാക്കാണ്? അത് ലാറ്റിൻ ഭാഷ. അതിൻ്റെ അല്ലെങ്കിൽ സെൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ചെറിയ മുറിയാണ്. ഓർമ്മിക്കണം, സെൽ എന്ന പദത്തിൻ്റെ മീനിങ് എന്താണ്? ചെറിയ മുറി. കോശം ആദ്യമായി കണ്ടെത്തിയതാണ് റോബർട്ട് ഹുക്കാണ്. ഓർമ്മിക്കണം, കോശം ആദ്യമായി കണ്ടെത്തിയാണ് റോബർട്ട് ഹുക്ക്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയാണ് ആൻവാൻ ലീവൻ ഹുക്കാണ്. ഓർമ്മിക്കണം, ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയതാണ് ആൻവാൻ ലീവൻ ഹുക്കാണ്. കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആണ്. കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗം ഏതാണ്? കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ്. കോശ കേന്ദ്രത്തിന് ന്യൂക്ലിയസ് എന്ന പേര് നൽകിയതാണ് റോബർട്ട് ബ്രൗൺ ആണ്. കോശ കേന്ദ്രത്തിന് ന്യൂക്ലിയസ് എന്ന പേര് നൽകിയതാണ് റോബർട്ട് ബ്രൗൺ. മർമ്മത്തിനുള്ളിൽ ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? മർമ്മം. ഓർമ്മിക്കണം, മർമ്മകമാണ്. മർമ്മത്തിനുള്ളിൽ ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? മർമ്മകം. ഓർമ്മിക്കണം, മർമ്മകം. മർമ്മത്തിനുള്ളിൽ ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? മർമ്മകം. മർമ്മകത്തിൻ്റെ ധർമ്മം എന്താണ്? കോശത്തിനുള്ളിലെ റൈസോസോം നിർമ്മാണം. ഓർമ്മിക്കണം, മർമ്മകത്തിൻ്റെ പ്രധാന ധർമ്മം എന്താണ്? കോശത്തിനുള്ളിലെ റൈസോസോം നിർമ്മാണം. മർമ്മത്തിനുള്ളിൽ കാണപ്പെടുന്ന ദ്രവം ഏതാണ്? മർമ്മദ്രവ്യം. ഓർമ്മിക്കണം, മർമ്മത്തിനുള്ളിൽ കാണപ്പെടുന്ന ദ്രവം അല്ലെങ്കിൽ ദ്രാവകം ഏതാണ്? മർമ്മദ്രവ്യം. മർമ്മദ്രവ്യത്തിൽ കാണപ്പെടുന്ന കോശഭാഗങ്ങൾ ഏതൊക്കെയാണ്? ക്രൊമാറ്റിൻ ജാലികയും മർമ്മകവുമാണ്. ഓർമ്മിക്കണം, മർമ്മദ്രവ്യത്തിൽ കാണപ്പെടുന്ന കോശഭാഗങ്ങൾ ഏതൊക്കെയാണ്? ക്രൊമാറ്റിൻ ജാലികയും മർമ്മകവും. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ക്രൊമാറ്റിൻ ജാലികയാണ്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ക്രൊമാറ്റിൻ ജാലിക. കോശത്തിനുള്ളിൽ ജീനുകളെ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണ്? ക്രൊമാറ്റിൻ ജാലികയാണ്. കോശത്തിനുള്ളിൽ ജീനുകളെ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണ്? ജീനുകളെ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണ്? ക്രൊമാറ്റിൻ ജാലിക. കോശത്തിൽ വ്യക്തമായ മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് പ്രൊകാരിയോട്ടുകൾ. ഓർമ്മിക്കണം, കോശത്തിൽ വ്യക്തമായ മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് പ്രൊകാരിയോട്ടുകൾ. കോശത്തിൽ വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികൾ അതാണ് യുകാരിയോട്ടുകളാണ്. അപ്പോൾ പ്രൊകാരിയോട്ടുകളും യുകാരിയോട്ടുകളും ഒരിക്കലും മറക്കരുത്. കോശത്തിൽ വ്യക്തമായ മർമ്മം കാണപ്പെടാത്ത ജീവികൾ പ്രൊകാരിയോട്ടുകളും, കോശത്തിൽ വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികൾ അതാണ് യുകാരിയോട്ടുകളുമാണ്. കോശത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഭാഗവേദന കോശസ്തരം. കോശത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഭാഗവേദന കോശസ്തരം. കോശഭിത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം ഏതാണ്? സെല്ലുലോസ് ആണ്. കോശഭിത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം ഏതാണ്? സെല്ലുലോസ്. ജന്തുകോശങ്ങളിൽ മാത്രം കാണുന്ന കോശാംഗം ഏതാണ്? സെൻട്രോസോം. ഓർമ്മിക്കണം, ജന്തുകോശങ്ങളിൽ മാത്രം കാണുന്ന കോശാംഗം ഏതാണ്? സെൻട്രോസോം. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നത് ഏതാണ്? ഹരിതകമാണ്. ഓർമ്മിക്കണം, ജന്തുകോശങ്ങളിൽ മാത്രം കാണുന്ന കോശാംഗം ഏതാണ്? സെൻട്രോസോം. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നത് ഹരിതകം. കോശത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രാവക ഭാഗം ഏതാണ്? കോശദ്രവ്യമാണ്. കോശത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രാവക ഭാഗം ഏതാണ്? കോശദ്രവ്യം. കോശാംഗങ്ങൾ കാണപ്പെടുന്ന ദ്രാവക ഭാഗം ഏതാണ്? കോശദ്രവ്യമാണ്. കോശാംഗങ്ങൾ കാണപ്പെടുന്ന ദ്രാവക ഭാഗം ഏതാണ്? കോശദ്രവ്യം. കോശത്തിൻ്റെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോമാണ്. കോശത്തിൻ്റെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്ന ലൈസോസോം. കോശത്തിനുള്ളിൽ എത്തുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന കോശഭാഗവേദനം ലൈസോസോമാണ്. കോശത്തിനുള്ളിൽ എത്തുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന കോശഭാഗവേദന ലൈസോസോം.
ലൈസോസോമിൽ കാണപ്പെടുന്ന എൻസൈമുകൾ അറിയപ്പെടുന്ന പേര് ഹൈഡ്രോളിക് എൻസൈമുകൾ. ഓർമ്മിക്കണം, ലൈസോസോമിൽ കാണപ്പെടുന്ന എൻസൈമുകൾ അറിയപ്പെടുന്ന പേര് ഹൈഡ്രോലിറ്റിക് എൻസൈമുകൾ. കോശത്തെ സമീപ കോശങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗമേതാണ്? വർണ്ണം. കോശത്തിന്റെ ഊർജ്ജോൽപാദന കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗമേതാണ്? മൈറ്റോകോൺട്രിയ. കോശത്തിന്റെ ഊർജ്ജോൽപാദന കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗമേതാണ്? മൈറ്റോകോൺട്രിയ. ഊർജ്ജം കൂടുതൽ ആവശ്യമായ അവയവങ്ങളിലെ പേശികളിൽ ധാരാളമായി കാണപ്പെടുന്ന കോശഭാഗമേതാണ്? മൈറ്റോകോൺട്രിയകളാണ്. ഓർമ്മിക്കണം, ഊർജ്ജം കൂടുതൽ ആവശ്യമായ അവയവങ്ങളിലെ പേശികളിൽ ധാരാളമായി കാണപ്പെടുന്ന കോശഭാഗമേതാണ്? മൈറ്റോകോൺട്രിയകളാണ്. അപ്പോൾ കോശത്തെ സമീപ കോശങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗമേതാണ്? സ്തരാവരണം. കോശത്തിൻ്റെ ഊർജ്ജോൽപാദന കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗം ഓർമ്മിക്കണം. കോശത്തിൻ്റെ ഊർജ്ജോൽപാദന കേന്ദ്രം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയം. ഊർജ്ജം കൂടുതൽ ആവശ്യമായ അവയവങ്ങളിലെ പേശികളിൽ ധാരാളമായി കാണപ്പെടുന്ന കോശഭാഗമേതാണ്? മൈറ്റോകോൺട്രിയകളാണ്. ഓർമ്മിക്കണം, മൈറ്റോകോൺട്രിയൽ. മൈറ്റോകോൺട്രിയൽ കൂടുതലായി കാണപ്പെടുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ്? കരളും തലച്ചോറും. ഓർമ്മിക്കണം, മൈറ്റോകോൺട്രിയൽ കൂടുതലായി കാണപ്പെടുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ്? കരൾ, തലച്ചോർ. കോശത്തിലെ വിസർജ്യ വസ്തുക്കളെ ശേഖരിക്കുന്ന ഭാഗമേതാണ്? ഫേനമാണ്. കോശത്തിലെ വിസർജ്യ വസ്തുക്കളെ ശേഖരിക്കുന്ന ഭാഗമേതാണ്? ഫേനം. ഫേനത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ആവരണം ഏതാണ്? ടോണോപ്ലാസ്റ്റ്. ഓർമ്മിക്കണം, ഫേനത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണം ഏതാണ്? ടോണോപ്ലാസ്റ്റ്. കോശത്തിനുള്ളിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഭാഗമേതാണ്? ഗോൾജി കോംപ്ലക്സ്. ഓർമ്മിക്കണം, കോശത്തിനുള്ളിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗോൾജി കോംപ്ലക്സ്. കോശസ്രവങ്ങളെ സംഭരിക്കുന്ന ഭാഗം അറിയപ്പെടുന്ന പേര് ഗോൾജി കോംപ്ലക്സ്. ഓർമ്മിക്കണം, കോശസ്രവങ്ങളെ സംഭരിക്കുന്ന ഭാഗം അറിയപ്പെടുന്ന പേര് ഗോൾജി കോംപ്ലക്സ്. ധാരാളമായി കാണപ്പെടുന്ന അല്ലെങ്കിൽ ഗോൾജി കോംപ്ലക്സ് ധാരാളമായി കാണപ്പെടുന്ന എവിടെയാണ്? ശ്വാസകോശങ്ങളിലാണ്. ഓർമ്മിക്കണം, ശ്വാസകോശങ്ങൾ. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് അന്തർദ്രവ്യ ജാലികയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് അന്തർദ്രവ്യ ജാലിക. കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹനം സാധ്യമാകുന്നവിടെയാണ്? അന്തർദ്രവ്യ ജാലികയിലാണ്. കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹനം സാധ്യമാകുന്നവിടെയാണ്? അന്തർദ്രവ്യ ജാലിക. കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗമേതാണ്? റൈബോസോം. കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗമേതാണ്? റൈബോസോം. ഓർമ്മിക്കണം, റൈബോസോം. ജന്തുക്കളെ ശരീരകോശങ്ങളെ വിഭജനം അറിയപ്പെടുന്നത് ജന്തുക്കളുടെ ശരീരകോശങ്ങൾ വിഭജനം അറിയപ്പെടുന്ന പേര് ക്രമഭംഗം. ഓർമ്മിക്കണം, ജന്തുക്കളുടെ ശരീരകോശങ്ങൾ വിഭജനം അറിയപ്പെടുന്ന പേര് ക്രമഭംഗം. ജന്തുക്കളുടെ പ്രത്യുൽപാദന കോശങ്ങളിലെ കോശ വിഭജനം അറിയപ്പെടുന്ന പേര് ഊനഭംഗം. ജന്തുക്കളുടെ ശരീരകോശങ്ങളിലെ വിഭജനം അറിയപ്പെടുന്ന പേര് ക്രമഭംഗം. ജന്തുക്കളുടെ പ്രത്യുൽപാദന കോശ വിഭജനം അറിയപ്പെടുന്ന പേര് ഊനഭംഗം. കോശത്തിലുണ്ടാകുന്ന ഊർജ്ജ രൂപം ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. കോശത്തിലുണ്ടാകുന്ന ഊർജ്ജ രൂപം അറിയപ്പെടുന്ന പേര് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. കോശത്തിലെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് അതാണ്? ATP ആണ്. കോശത്തിലെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP. കോശത്തിന് ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെ? നൈട്രജൻ, ഫോസ്ഫറസ്. ATP കോശത്തിന് ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജൻ, ഫോസ്ഫറസ്. പൂർണ്ണ കോശ ശ്വസനത്തിലൂടെ സ്വതന്ത്രമാകുന്ന ATP തന്മാത്രകൾ എത്രയാണ്? 30. ഒരു പൂർണ്ണ കോശ ശ്വസനത്തിലൂടെ സ്വതന്ത്രമാകുന്ന ATP തന്മാത്രകൾ എത്രയാണ്? 30. ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന കോശ വിഭജനം ഏതാണ്? ക്രെബ്സ് പരിവൃത്തിയാണ്. ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന കോശ വിഭജനം ഏതാണ്? ക്രെബ്സ് പരിവൃത്തി. ഒരേ ധർമ്മം നിർവഹിക്കുന്ന ഒരു കൂട്ടം കോശങ്ങളാണ് കലകൾ. ഓർമ്മിക്കണം, ഒരേ ധർമ്മം നിർവഹിക്കുന്ന ഒരു കൂട്ടം കോശങ്ങളാണ് കലകൾ. കലകളെക്കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി. ഓർമ്മിക്കണം, കലകളെക്കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി. ഒരു കൂട്ടം അവയവങ്ങൾ ചേർന്നതാണ് അവയവ വ്യവസ്ഥ. ഓർമ്മിക്കണം, ഒരു കൂട്ടം അവയവങ്ങൾ ചേർന്നതാണ് അവയവ വ്യവസ്ഥ. അവയവ വ്യവസ്ഥകളുടെ കൂട്ടമാണ് ജീവശരീരം. ഓർമ്മിക്കണം, അവയവ വ്യവസ്ഥകളുടെ കൂട്ടമാണ് ജീവശരീരം. കൂട്ടം അവയവങ്ങൾ ചേർന്നതാണ് അവയവ വ്യവസ്ഥ. ഓർമ്മിക്കണം, ഒരു കൂട്ടം അവയവങ്ങൾ ചേർന്നതാണ് അവയവ വ്യവസ്ഥ. അവയവ വ്യവസ്ഥകളുടെ കൂട്ടമാണ് ജീവശരീരം. അവയവ വ്യവസ്ഥകളുടെ കൂട്ടമാണ് ജീവശരീരം. ഏറ്റവും വലിയ കോശം ഏതാണ്? ഒട്ടകപക്ഷിയുടെ മുട്ട. ഏറ്റവും ചെറിയ കോശം ഏതാണ്? ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഓർമ്മിക്കണം, ഏറ്റവും ചെറിയ കോശം ഏതാണ്? PPLO. PPLOയുടെ എക്സ്മാൻഷൻ ഓർമ്മിക്കണം, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഉള്ളിലകപ്പെടുന്ന ബാക്ടീരിയ പോലുള്ള ജീവികളെ ദഹിപ്പിക്കാനുള്ള കഴിവുള്ള കോശം ഏതാണ്? ഫാഗോസൈറ്റുകൾ. ഓർമ്മിക്കണം, ഉള്ളിലകപ്പെടുന്ന ബാക്ടീരിയ പോലുള്ള ജീവികളെ ദഹിപ്പിക്കാനുള്ള കഴിവുള്ള കോശങ്ങൾ അതൊക്കെയാണ്? ഫാഗോസൈറ്റുകൾ. ഫാഗോസൈറ്റോസിസ് എന്നാൽ സെൽ ഈറ്റിംഗ്. ഫീനോറെസറ്റോസിസ് എന്നാൽ സെൽ ഡ്രിങ്കിങ് ആണ്. ഫാഗോസൈറ്റോസിസ് എന്നാൽ സെൽ ഈറ്റിംഗ്. ഫീനോറെസറ്റോസിസ് എന്നാൽ എന്താണ്? സെൽ ഡ്രിങ്കിങ് ആണ്. ജീവന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം. ഓർമ്മിക്കണം, ജീവന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം. പ്രോട്ടോപ്ലാസത്തെ ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് വിശേഷിപ്പിച്ചാണ് DX ഹക്സിലിയാണ്. ഓർമ്മിക്കണം, പ്രോട്ടോപ്ലാസത്തെ ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞു തരാണ് DH ഹക്സിലി. പ്രോട്ടോപ്ലാസം എന്ന പദം രൂപീകരിച്ചതാണ്
ജാൻ ഇവാൻ ജെലിറ്റ പൽക്കിനിയാണ്. ഓർമ്മിക്കണം, പ്രോട്ടോപ്ലാസം എന്ന പദം രൂപീകരിച്ചതാണ് ജാൻ ഇവാൻ ജെലിറ്റ അല്ലെങ്കിൽ ജെലിസ്റ്റ പൽക്കിനി. കോശത്തിൻ്റെ വർക്ക് ഹോസ് എന്ന് അറിയപ്പെടുന്നത് പ്രോട്ടീൻ. ഓർമ്മിക്കണം, കോശത്തിൻ്റെ വർക്ക് ഹോസ് എന്നറിയപ്പെടുന്നതാണ് പ്രോട്ടീനുകളാണ്. ഓർമ്മിക്കണം, കോശത്തിൻ്റെ വർക്ക് ഹോസ് എന്നറിയപ്പെടുന്ന പ്രോട്ടീനുകൾ. കോശത്തിൻ്റെ രണ്ട് തരം ന്യൂക്ലിയസ് ആസിഡ്, DNA RNA. കോശത്തിൽ രണ്ട് തരം ന്യൂക്ലിക് ആസിഡുകളുണ്ട്, DNA ആൻഡ് RNA. ജന്തുക്കളിലെ ക്രമഭംഗം ആദ്യമായി നിരീക്ഷിച്ചതാണ് ഫ്ലമിംഗ് ആണ്. ജന്തുക്കളിലെ ക്രമഭംഗം ആദ്യമായി നിരീക്ഷിച്ചതാണ് ഫ്ലമിംഗ് ആണ്. ഓർമ്മിക്കണം, പ്രോട്ടോപ്ലാസം എന്ന പദം രൂപീകരിച്ചതാണ് ജാൻ ഇവാൻ ജെലിറ്റ പൽക്കിനി. ജന്തുക്കളിലെ ക്രമഭംഗം ആദ്യമായി നിരീക്ഷിച്ചതാണ് ഫ്ലമിംഗ്. സസ്യകോശത്തിലെ ക്രമഭംഗം ആദ്യമായി നിരീക്ഷിച്ചതാണ് സ്ട്രോസ്ബർഗർ. ഓർമ്മിക്കണം, സ്ട്രോസ്ബർഗർ. ജന്തുക്കളിലെ ക്രമഭംഗം ആദ്യമായി നിരീക്ഷിച്ചതാണ് ഫ്ലമിംഗ്. സസ്യകോശത്തിലെ ക്രമഭംഗം ആദ്യമായി നിരീക്ഷിച്ചതാണ് സ്ട്രോസ്ബർഗറാണ്. മനുഷ്യ ശരീരത്തിലെ ആകെ അവയവങ്ങൾ 80. ഓർമ്മിക്കണം, മനുഷ്യ ശരീരത്തിലെ ആകെ അവയവങ്ങൾ 80. പുതുതായി കണ്ടെത്തിയ അവയവങ്ങൾ അതൊക്കെയാണ് മെസൻറ്ററിയും ഇൻ്റർസ്റ്റിഷ്യം. ഓർമ്മിക്കണം, പുതുതായി കണ്ടെത്തിയ അവയവങ്ങൾ 79 80 ഒരിക്കലും മറക്കരുത്. പുതുതായി കണ്ടെത്തിയ അവയവങ്ങൾ അതൊക്കെയാണ് മെസൻറ്ററി. ഓർമ്മിക്കണം, മെസൻറ്ററി ആൻഡ് ഇൻ്റർസ്റ്റിഷ്യം. മനുഷ്യ ശരീരത്തിൽ ആകെ ബോൺസ് അല്ലെങ്കിൽ അസ്ഥികൾ എത്രയാണ്? 206. അക്ഷാസ്ഥികൾ എത്രയാണ്? 80. പരീക്ഷയുടെ പ്രീവിയസ് ആണ്. അക്ഷാസ്ഥികൾ എത്രയാണ്? 80. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ എത്രയാണ് അല്ലെങ്കിൽ മസിൽസ് എത്രയാണ്? 639. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ എത്രയാണ്? 639. മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികൾ എത്രയാണ്? 43 അല്ലെങ്കിൽ ഓർമ്മിക്കണം 43. ഓർമ്മിക്കണം, മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികൾ എത്രയാണ്? 43. 12 ജോഡി ശിരോനാഡി, 31 ജോഡി സുഷുമ്ന നാഡി. ഓർമ്മിക്കണം, മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികൾ എത്രയാണ്? 43. 12 ജോഡി ശിരോനാഡി, 31 ജോഡി സുഷുമ്ന നാഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. ഓർമ്മിക്കണം, ഏറ്റവും വലിയ അവയവവും ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ്? ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക്. അതുപോലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ്? ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? കരൾ. ഒരു മനുഷ്യ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ കരളിൻ്റെ ഭാരം എത്രയാണ്? ശരാശരി 1.5 കിലോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. ഓർമ്മിക്കണം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? പീയൂഷ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓർമ്മിക്കണം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? പീയൂഷ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. ഓർമ്മിക്കണം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ഏതാണ്? സ്റ്റേപ്പിസ് പേശിയാണ്. അത് കാണപ്പെടുന്ന എവിടെയാണ്? ചെവിയിലാണ്. ഓർമ്മിക്കണം, ചെവിയിലെ 3 ബോൺസ് ആണ് മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. ഏറ്റവും ചെറിയ പേശിയും ഏറ്റവും ചെറിയ ബോൺസും കാണപ്പെടുന്ന എവിടെയാണ്? അത് ചെവി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള പേശി ഏതാണ്? ഗർഭാശയ പേശിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള പേശി ഏതാണ്? ഗർഭാശയ പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി ഏതാണ്? സാർട്ടോറിയസ് പേശിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി ഏതാണ്? സാർട്ടോറിയസ് പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം ഏതാണ്? ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം. ഓർമ്മിക്കണം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം ഏതാണ്? ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ വലിയ അസ്ഥി ഏതാണ്? ഫീമർ എന്നറിയപ്പെടുന്ന തുടയിൽ. ഓർമ്മിക്കണം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഫീമർ എന്നറിയപ്പെടുന്ന തുടയസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. ഓർമ്മിക്കണം, ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് അവിടെയാണ് കാണപ്പെടുന്ന ചെവി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അളവിലുള്ള ലോഹം ഏതാണ്? കാൽസ്യം. അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? കാൽസ്യം. ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഏതാണ്? ജലം. ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ. ഓർമ്മിക്കണം, ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്? 35 മുതൽ 40 ലിറ്റർ അല്ലെങ്കിൽ 60 മുതൽ 65% വരെ വെള്ളമാണ്. ഓർമ്മിക്കണം, ഒരു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഏതാണ്? ജലം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചെറിയ അളവിലുള്ള ലോഹം ഏതാണ്? മാഗ്നീഷ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചെറിയ അളവിലുള്ള ലോഹം ഏതാണ്? മാഗ്നീഷ്യം. മനുഷ്യ ശരീരത്തിലെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ എണ്ണം 5. ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. മനുഷ്യ ശരീരത്തിലെ ജ്ഞാനേന്ദ്രിയങ്ങൾ എത്ര എണ്ണമുണ്ട്? 5. ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇന്ദ്രിയാനുഭവങ്ങളുടെ 80% പ്രദാനം ചെയ്യുന്ന മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗം ഏതാണ്? കണ്ണ്. ഓർമ്മിക്കണം, ഇന്ദ്രിയാനുഭവങ്ങളുടെ 80% പ്രദാനം ചെയ്യുന്ന ശരീരഭാഗം ഏതാണ്? കണ്ണ്. തലയോട്ടിയിലെ നേത്രകോടനം എന്ന കുഴിയിലാണ് കണ്ണ് കാണുമ്പോൾ. ഓർമ്മിക്കണം, തലയോട്ടിയിലെ നേത്രകോടനം എന്ന കുഴിയിലാണ്. PSCയുടെ പ്രീവിയസ് ആണ്. ഏത് കുഴി എവിടെയാണ് കാണപ്പെടുന്ന നേത്രകോടനം? കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ലൈസോസോം. ഓർമ്മിക്കണം, ലൈസോസോം. പറയുമ്പോൾ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ലൈസോസോം. കണ്ണിന് 3 പാളി ഏതൊക്കെയാണ്? കണ്ണിന് ദൃഢത നൽകുന്ന ബാഹ്യപാളി ഏതാണ്? ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലിയർ. ഓർമ്മിക്കണം, കണ്ണിന് ദൃഢത നൽകുന്ന ബാഹ്യപാളി ഏതാണ്? ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലിയർ. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളി ഏതാണ്? രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ്. ഓർമ്മിക്കണം, രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏതാണ്? റെറ്റിന. ഓർമ്മിക്കണം, പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന
ആന്തരപാളിയേതാണ് റെറ്റിനയാണ്. അപ്പോൾ ഓർമ്മിക്കണം, കണ്ണിന് അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയേതാണ് ലൈസോസോം. കണ്ണിന് 3 പാളി ഏതൊക്കെയാണ് ഓർമ്മിക്കണം? കണ്ണിന് ദൃഢത നൽകുന്ന ബാഹ്യപാളിയേതാണ് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ. കണ്ണിന് ഓർമ്മിക്കണം ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയേതാണ് രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയേതാണ് റെറ്റിനയാണ്. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യമായ ഭാഗമാണ് കോർണിയ. ഓർമ്മിക്കണം, ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യമായ ഭാഗമേതാണ് കോർണിയ. കോർണിയയ്ക്ക് തൊട്ട് പിന്നിലെ രക്തപടല ഭാഗമേതാണ് ഐറിസ്. ഓർമ്മിക്കണം, ഐറിസ് ആണ്. ഓർമ്മിക്കണം, ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യമായ ഭാഗമേതാണ് കോർണിയ. കോർണിയയ്ക്ക് തൊട്ട് പിന്നിലുള്ള രക്തപടല ഭാഗമേതാണ് ഐറിസ് ആണ്. ഓർമ്മിക്കണം, ഐറിസ്. മെലാനിൻ എന്ന വർണ്ണവസ്തു ഐറിസിന് നിറം നൽകും. ഓർമ്മിക്കണം, ഐറിസിന് നിലനിൽക്കുന്നത് മെലാനിൻ. ഓർമ്മിക്കണം, ഐറിസിന് നിറം നൽകുന്ന ഏതാണ്? മെലാനിൻ. ഇലാസ്തികതയുള്ള സുതാര്യമായ കോൺവെക്സ് ലെൻസ്. ഓർമ്മിക്കണം, കോൺവെക്സ് ലെൻസാണ് കണ്ണിൽ കാഴ്ചക്ക് പ്രദാനം ചെയ്യുന്നത്. ഓർമ്മിക്കണം, ഇലാസ്തികതയുള്ള സുതാര്യമായ കോൺവെക്സ് ലെൻസാണ് കണ്ണിന് കാഴ്ച നൽകുന്നത്. ഓർമ്മിക്കണം, കണ്ണിന് കാഴ്ച നൽകുന്ന അല്ലെങ്കിൽ കണ്ണിനടിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസാണ്. കാഴ്ചകൾ റെറ്റിനയിൽ പതിപ്പിക്കുന്നത് ഏത് ലെൻസാണ്? കോൺവെക്സ്. ഓർമ്മിക്കണം, കാഴ്ചകൾ റെറ്റിനയിൽ പതിപ്പിക്കുന്നത് ഏത് ലെൻസാണ്? കോൺവെക്സ് ലെൻസ്. സീലിയറി പേശികളാണ് ലെൻസിൻ്റെ വക്രത ക്രമീകരിച്ച് ഫോക്കൽ ദൂരം ക്രമപ്പെടുത്തുന്നത്. ഓർമ്മിക്കണം, ഏത് പേശികളാണ് കണ്ണിൻ്റെ അല്ലെങ്കിൽ ലെൻസിൻ്റെ വക്രത ക്രമീകരിച്ച് ഫോക്കൽ ദൂരം കൃത്യമാക്കുന്നത്? അത് സീലിയറി പേശികളാണ്. ഓർമ്മിക്കണം, ഏറ്റവും വ്യക്തമായ പ്രതിബിംബം ലഭിക്കുന്ന റെറ്റിനയിലെ ബിന്ദുവാണ് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് എന്നറിയപ്പെടുന്നത്. ഓർമ്മിക്കണം, യെല്ലോ സ്പോട്ട്. ഏറ്റവും വ്യക്തമായ പ്രതിബിംബം ലഭിക്കുന്ന റെറ്റിനയിലെ ബിന്ദു ഏതാണ്? പീതബിന്ദു. ഏറ്റവും കൂടുതൽ പ്രകാശഗ്രാഹികൾ ഇവിടെ എവിടെയാണുള്ളത്? അത് ഏറ്റവും കൂടുതൽ പ്രകാശഗ്രാഹികൾ എവിടെയാണുള്ളത്? പീതബിന്ദു. പ്രകാശഗ്രാഹീയ കോശങ്ങൾ തീരെ ഇല്ലാത്ത റെറ്റിനയിലെ ബിന്ദു അതിന് അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട്. ഓർമ്മിക്കണം, പ്രകാശഗ്രാഹീയ കോശങ്ങൾ തീരെ ഇല്ലാത്ത റെറ്റിനയിലെ ബിന്ദു അതിന് അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട്. ലെൻസിനും കോർണിയയ്ക്കും ഇടയിലെ അക്വസ് അറയിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? അക്വസ് ദ്രവമാണ്. ഓർമ്മിക്കണം, ലെൻസിനും കോർണിയയ്ക്കും ഇടയിൽ അക്വസ് അറയിൽ അടങ്ങിയിരിക്കുന്ന ദ്രവേതാണ് അക്വസ് ദ്രവം. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള അറയിൽ കാണപ്പെടുന്നതാണ് വിട്രിയസ് ഹ്യൂമറാണ്. ഓർമ്മിക്കണം, ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ കാണപ്പെടുന്നതാണ് വിട്രിയസ് ഹ്യൂമർ. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലം അനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കഴിവിൻ്റെ പേരാണ് സമഞ്ജനക്ഷമത. ഓർമ്മിക്കണം, കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലമനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കഴിവിന് പറയപ്പെടുന്ന പേര് സമഞ്ജനക്ഷമത. കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലമനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമഞ്ജനക്ഷമത. മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. ഓർമ്മിക്കണം, മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കോശങ്ങൾ റോഡ് കോശങ്ങൾ. റൊഡോപ്സിൻ എന്ന വർണ്ണകമാണ് ഇതിന് സാധ്യമാകും. ഓർമ്മിക്കണം, റൊഡോപ്സിൻ എന്ന വർണ്ണകമാണ് ഇതിന് സാധ്യമാകുന്നത്. വൈറ്റമിൻ എയിൽ നിന്നാണ് റൊഡോപ്സിൻ ധാരാളം ലഭിക്കുന്നത്. വൈറ്റമിൻ എയിൽ നിന്ന് റൊഡോപ്സിൻ ധാരാളമായി ലഭിക്കുന്നു. ഓപ്സിൻ എന്ന പ്രോട്ടീൻ ചേർന്നതാണ് റൊഡോപ്സിൻ. ഓപ്സിൻ എന്ന ഏത് പ്രോട്ടീൻ ചേർന്നതാണ്? റൊഡോപ്സിൻ. ഓർമ്മിക്കണം, ഓപ്സിൻ. അപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കോശം ഏതാണ്? റോഡ് കോശം. വർണ്ണക്കാഴ്ചകൾ കാണാൻ സഹായിക്കുന്ന കണ്ണിലെ കോശം അതിന് കോൺ കോശങ്ങൾ. ഓർമ്മിക്കണം, വർണ്ണക്കാഴ്ചകൾ കാണാൻ സഹായിക്കുന്ന കണ്ണിലെ കോശം അതിന് കോൺ കോശങ്ങൾ. ഇത് ഓർമ്മിക്കണം, ഫോട്ടോപ്സിൻ എന്ന വർണ്ണവസ്തുവാണ് ഈ കോൺ കോശത്തിൽ കാണപ്പെടുന്നത്. ഓർമ്മിക്കണം, വർണ്ണവസ്തുക്കൾ കാണാൻ വർണ്ണക്കാഴ്ചകൾ കാണാൻ സഹായിക്കുന്ന കണ്ണിലെ കോശം ഏതാണ്? കോൺ കോശങ്ങൾ. ഇതിൽ കാണാൻ സഹായിക്കുന്ന വർണ്ണവസ്തുവാണ് ഫോട്ടോപ്സിൻ. കോൺ കോശങ്ങളുള്ളത് ഓർമ്മിക്കണം, കോൺ കോശങ്ങൾ കാണപ്പെടുന്നത് ഫോട്ടോപ്സിൻ. അയഡോപ്സിൻ എന്ന പേരുള്ള അയഡോപ്സിൻ ഓർമ്മിക്കണം, നീല, പച്ച, ചുവപ്പ് എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന 3 കോശങ്ങളുണ്ട്. ഓർമ്മിക്കണം, അപ്പോൾ വർണ്ണക്കാഴ്ചകൾ കാണാൻ സഹായിക്കുന്ന കണ്ണിലെ കോശം ഏതാണ്? കോൺ കോശങ്ങൾ. അതിലേതാണ്? ഫോട്ടോപ്സിൻ എന്ന വർണ്ണവസ്തു. കോൺ കോശങ്ങൾ ഓർമ്മിക്കണം, കോൺ കോശങ്ങളുള്ളത്. ഇതിൽ അയഡോപ്സിൻ പ്രത്യേകിച്ച് ഓർമ്മിക്കണം, അയഡോപ്സിൻ നീല, പച്ച, ചുവപ്പ് എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് അതാണ് അയഡോപ്സിനാണ്. മനുഷ്യ ശരീരത്തിൽ ദൃശ്യാനുഭവം സാധ്യമാകുന്ന അവയവം ഏതാണ്? കണ്ണ്. കണ്ണിൻ്റെ സ്ഥാനം എവിടെയാണ്? തലയോട്ടിയിലെ നേത്രകോടരം. ഓർമ്മിക്കണം, കണ്ണിൻ്റെ കണ്ണ് എവിടെയാണ് കാണപ്പെടുന്നത്? അത് തലയോട്ടിലെ നേത്രകോടരം. കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി. ഓർമ്മിക്കണം, ഒഫ്താൽമോളജി. ഏറ്റവും വലിയ കണ്ണുള്ള പക്ഷി ഏതാണ്? ഒട്ടക പക്ഷി. ഓർമ്മിക്കണം, ഏറ്റവും വലിയ കണ്ണുള്ള പക്ഷി ഏതാണ്? ഒട്ടക പക്ഷി. ശരീര വലുപ്പത്തിനനുസരിച്ച് ഏറ്റവും വലിയ കണ്ണുള്ള പക്ഷി ഏതാണ്? മൂങ്ങയാണ്. ഓർമ്മിക്കണം, ശരീര വലുപ്പത്തിനനുസരിച്ച് ഏറ്റവും വലിയ കണ്ണുള്ള പക്ഷി ഏതാണ്? മൂങ്ങ. ഓർമ്മിക്കണം, കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. കണ്ണിലെ ഏറ്റവും പുറമേയുള്ള പാളി ഏതാണ്? ദൃഢപടലം. കണ്ണിലെ മധ്യഭാഗത്തെ പാളി ഏതാണ്? രക്തപടലം. ഓർമ്മിക്കണം, രക്തപടലം. കണ്ണിലെ ഏറ്റവും ഉള്ളിലെ പാളി ഏതാണ്? റെറ്റിനയാണ്. ഓർമ്മിക്കണം, ഏറ്റവും ഉള്ളിലെ പാളി ഏതാണ്? റെറ്റിന. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്നത് ഏതിലാണ്? റെറ്റിനയിലാണ്. ഓർമ്മിക്കണം, കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്നത് എവിടെയാണ്? റെറ്റിന. പ്രതിബിംബം തലകീഴായും യഥാർത്ഥ റെറ്റിനയിൽ രൂപം കൊള്ളുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും? പ്രതിബിംബം തലകീഴായതും
യഥാർത്ഥവുമായിരിക്കും. അപ്പോൾ കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ഏതാണ്? റെറ്റിന. പ്രതിബിംബ തലകിഴയും യഥാർത്ഥമായിരിക്കും. കോൺ കോശങ്ങളും റോഡ് കോശങ്ങളും കാണപ്പെടുന്ന കണ്ണിലെ പാളി ഏതാണ്? റെറ്റിനയാണ്. അപ്പോൾ രണ്ട് കോശം കോൺ കോശങ്ങളും റോഡ് കോശങ്ങളും ഏത് പാളിയിലാണ് കാണപ്പെടുന്നത്? റെറ്റിന. ദൃഢപടലത്തിൽ പ്രകാശം കണ്ണിലേക്ക് കടത്തിവിടുന്ന മുന്നിലോട്ട് തള്ളി നിൽക്കുന്ന ഭാഗം ഏതാണ്? കോർണിയയാണ്. ദൃഢപടലത്തിൽ പ്രകാശം കണ്ണിലേക്ക് കടത്തിവിടുന്ന മുന്നിലോട്ട് തള്ളി നിൽക്കുന്ന ഭാഗം ഏതാണ്? കോർണിയ. ഏറ്റവും കൂടുതൽ ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെക്കപ്പെട്ട അവയം ഏതാണ്? കോർണിയാണ്. ഏറ്റവും കൂടുതൽ ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെക്കപ്പെട്ട കണ്ണിലെ ഭാഗം ഏതാണ്? കോർണിയ. കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രം അറിയപ്പെടുന്ന പേര് കെരാറ്റോപ്ലാസ്റ്റി. പരീക്ഷയ്ക്ക് തിരിച്ച് ചോദിക്കാറുണ്ട്. കെരാറ്റോപ്ലാസ്റ്റി ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കണ്ണ്? രക്തപടലത്തിൽ പ്രകാശം ഉള്ളിലേക്ക് കടത്തിവിടുന്ന ഭാഗം ഏതാണ്? ഐറിസ് ആണ്. രക്തപടലത്തിൽ പ്രകാശം ഉള്ളിലേക്ക് കടത്തിവിടുന്ന ഭാഗം ഏതാണ്? ഐറിസ്. ഐറിസിന് നിറനിൽക്കുന്ന വർണ്ണവസ്തുതന് മെലാനിൻ ഓർമ്മിക്കണം. ഐറിസിന് നിറനിൽക്കുന്ന വർണ്ണവസ്തുത മെലാനിൻ. ഐറിസിൽ പ്രകാശ തീവ്രത നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? പ്യൂപ്പിളാണ്. ഐറിസിൽ പ്രകാശ തീവ്രത നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? പ്യൂപ്പിൾ. കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ലാക്രിമൽ ഗ്ലാൻഡ് ഓർമ്മിക്കണം. ലാക്രിമൽ ഗ്രന്ഥിയാണ്. കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ലാക്രിമൽ ഗ്ലാൻഡ്. വ്യക്തമായ കാഴ്ചയ്ക്ക് ആവശ്യമായ കുറഞ്ഞ ദൂരത്തിന് 25 സെന്റിമീറ്റർ ആണ്. വ്യക്തമായ കാഴ്ചയ്ക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ദൂരത്തിന് 25 സെന്റിമീറ്റർ. കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എത്രയാണ്? 1.16 സെക്കൻഡ് ആണ്. ഓർമ്മിക്കുന്നത് കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എത്രയാണ്? 1/16 സെക്കൻഡ്സ്. 20/20 എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നികട ബിന്ദു. ഓർമ്മിക്കുന്നത് 20/20 എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നികട ബിന്ദു. അപ്പോൾ കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എത്രയാണ്? 1/16 സെക്കൻഡ്. 20/20 എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന? നികട ബിന്ദു. ഓർമ്മിക്കുന്ന നികട ബിന്ദു. കണ്ണിലെ ലെൻസ് അതിന് ബൈ കോൺവെക്സ് ലെൻസ്. ഓർമ്മിക്കുന്ന കണ്ണിലെ ലെൻസ് അതിന് ബൈ കോൺവെക്സ് ലെൻസ്. കണ്ണിന്റെ ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കസ് ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവാണ് സമഞ്ജനക്ഷമത. കണ്ണിന്റെ ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവിന് പറയപ്പെടുന്ന പേര് സമഞ്ജനക്ഷമത. കോർണിയയും ലെൻസിനും ഇടയിലുള്ള അറേതാണ് അക്വസ് അറയാണ്. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറേതാണ് അക്വസ് അറ. അക്വസ് അറയിലെ ദ്രവ്യവേദന അക്വസ് ദ്രവം. ഓർമ്മിക്കണം അക്വസ് അറയിലെ അറേതാണ് അക്വസ് ദ്രവം. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള അറയേതാണ് വിട്രിയസ് അറ. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള അറയേതാണ് വിട്രിയസ് അറ. വിട്രിയസ് അറയിലെ ദ്രവ്യതാണ് വിട്രിയസ് ദ്രവം. ഓർമ്മയിൽ അല്ലെങ്കിൽ വിട്രിയസ് ഹ്യൂമർ എന്നറിയപ്പെടും. ഇനി കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. പ്രത്യേകിച്ച് ഓർമ്മിക്കണം റോഡ് മങ്ങിയ വെളിച്ചത്തിലും കോൺ കോശം പകൽ വെളിച്ചത്തിലുമാണ്. ഓർമ്മിക്കണം പകൽ വെളിച്ചം. കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ അതൊക്കെയാണ് റോഡ് കോശം മങ്ങിയ വെളിച്ചത്തിലും കോൺ കോശങ്ങൾ പകൽ വെളിച്ചത്തിലും. റോഡ് കോശത്തിലെ വർണ്ണോസത്തിന് റോഡോപ്സിൻ. ഓർമ്മിക്കണം റോഡ് കോശത്തിലെ വർണ്ണോസൻ റോഡോപ്സിൻ. കോൺ കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന വർണ്ണോസത്തിന് ഐഡോപ്സിൻ ആണ്. ഓർമ്മിക്കണം റോഡ് കോശത്തിലെ വർണ്ണോസത്തിന് റോഡോപ്സിൻ. കോൺ കോശത്തിലാണെങ്കിൽ ഐഡോപ്സിൻ. ഒരു കണ്ണിന്റെ ശരാശരി ഭാരത്തിന് 7 ഗ്രാം ആണ്. ഓർമ്മിക്കണം ശരാശരി ഭാരത്തിന് 7 ഗ്രാം. നിശബ്ദനായ കാഴ്ചശക്തി അപഹരിക്കുന്ന രോഗം എന്നറിയപ്പെടുന്നതിന് ഗ്ലൂക്കോമ. നിശബ്ദനായ കാഴ്ചശക്തി അപഹരിക്കുന്ന രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഗ്ലൂക്കോമ. കണ്ണിന് അസാധാരണമായ മർദ്ദം ഉളവാക്കുന്ന രോഗം ഏതാണ്? ഗ്ലൂക്കോമയാണ്. കണ്ണിൽ അസാധാരണമായ മർദ്ദം ഉളവാക്കുന്ന രോഗം ഏതാണ്? ഗ്ലൂക്കോമ. ദീപങ്ങൾക്ക് ചുറ്റും പ്രകാശവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യം ഏതാണ്? ഗ്ലൂക്കോമയാണ്. ദീപങ്ങൾക്ക് ചുറ്റും പ്രകാശവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യം ഏതാണ്? ഗ്ലൂക്കോമ ഏതാണ്? ദീപങ്ങൾക്ക് ചുറ്റും പ്രകാശവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യം ഏതാണ്? ഗ്ലൂക്കോമ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്തത. ഓർമ്മിക്കണം നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്തത. വർണ്ണാന്തത ഉള്ള ആളുടെ തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ അതൊക്കെയാണ് പച്ചയും ചുവപ്പാണ്. ഓർമ്മിക്കണം പച്ചയും ചുവപ്പും. ഡ്യൂട്രനോബിയ പ്രോട്ടനോബിയ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വർണ്ണാന്തത. ഓർമ്മിക്കണം ഡ്യൂട്രനോബിയ പ്രോട്ടനോബിയ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വർണ്ണാന്തത. വർണ്ണാന്തത നിർണ്ണയിക്കാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? ഇഷിഗാര ടെസ്റ്റ്. ഓർമ്മിക്കണം വർണ്ണാന്തത നിർണ്ണയിക്കാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? ഇഷിഗാര ടെസ്റ്റ്. രാത്രിയിൽ കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്ന അവസ്ഥയാണ് നിശാന്തത. ഓർമ്മിക്കണം ബ്ലൈൻഡ്നെസ് എന്നറിയപ്പെടുന്ന നിശാന്തത. രാത്രിയിൽ കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്ന അവസ്ഥ നിശാന്തത. കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം അല്ലെങ്കിൽ അവസ്ഥയാണ് തിമിരമാണ്. ഓർമ്മിക്കണം കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം അല്ലെങ്കിൽ അവസ്ഥയാണ് തിമിരം. കണ്ണിലെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടമാകുന്നതിനാൽ ഉണ്ടാകുന്ന രോഗത്തിന് പ്രസ് ബയോപ്പിയ എന്നറിയപ്പെടുന്ന വെള്ളെഴുത്തിന്. ഓർമ്മിക്കണം കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നുണ്ടാകുന്ന രോഗം ഏതാണ് അല്ലെങ്കിൽ അവസ്ഥ ഏതാണ്? തിമിരം. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടമാകുന്നതിന് ഉണ്ടാകുന്ന രോഗത്തിന് പ്രസ് ബയോപ്പിയ എന്നറിയപ്പെടുന്ന വെള്ളെഴുത്ത്. കണ്ണിലെ മസിലുകൾക്കുണ്ടാകുന്ന തകരാറാണ് കോൺകണ്ണ്. ഓർമ്മിക്കണം കണ്ണിലെ മസിലുകൾക്കുണ്ടാകുന്ന തകരാറ് ഏതാണ്? കോൺകണ്ണ്. കൃഷ്ണമണി ഈർപ്പരഹിതമാകുന്ന അവസ്ഥയാണ് സിറോഫ് താൽമിയുടെ. കൃഷ്ണമണി ഈർപ്പരഹിതമാകുന്ന അവസ്ഥയാണ് സിറോഫ് താൽമിയ. അടുത്തുള്ള വർണ്ണവസ്തുക്കളെ വ്യക്തമായി കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയാണ്. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ പറ്റാത്ത അവസ്ഥ ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ. പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ്. ഓർമ്മിക്കണം ഹൈപ്പർ മെട്രോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒന്നിച്ച് പരിഹരിക്കുന്ന ലെൻസ് അതിന് ബൈഫോക്കൽ ലെൻസ് ആണ്. ഓർമ്മിക്കണം ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒന്നിച്ച് പരിഹരിക്കുന്ന ലെൻസ് അതിന് ബൈഫോക്കൽ ലെൻസ്.
ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒന്നിച്ച് പരിഹരിക്കാനുള്ള ലെൻസ് കണ്ടെത്തിയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. ഓർമ്മിക്കണം, ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒന്നിച്ച് പരിഹരിക്കാവുന്ന ലെൻസ് കണ്ടെത്തിയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓർമ്മിക്കണം, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. നേത്ര ലെൻസിന്റെ വക്രത കാരണം വ്യക്തമായ പ്രതിബിംബം ഉണ്ടാകാത്ത അവസ്ഥയാണ് അസ്റ്റിഗ്മാറ്റിസം അല്ലെങ്കിൽ വിഷമദൃഷ്ടിയാണ്. ഓർമ്മിക്കണം, നേത്ര ലെൻസിന്റെ വക്രത കാരണം വ്യക്തമായ പ്രതിബിംബം ഉണ്ടാകാത്ത അവസ്ഥയാണ് അസ്റ്റിഗ്മാറ്റിസം അല്ലെങ്കിൽ വിഷമദൃഷ്ടി. ഓർമ്മിക്കണം, നേത്ര ലെൻസിന്റെ വക്രത കാരണം വ്യക്തമായ പ്രതിബിംബം ഉണ്ടാകാത്ത അവസ്ഥയാണ് അസ്റ്റിഗ്മാറ്റിസം. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് അതാണ് സിലിണ്ട്രിക്കൽ ലെൻസ് എന്ന്. ഓർമ്മിക്കണം, സിലിണ്ട്രിക്കൽ ലെൻസ്. കോശ വിശക്തി സാധ്യമാകുന്ന ശരീരത്തിലെ അവയവം ഏതാണ്? ചെവി. ഓർമ്മിക്കണം, കോശ വിശക്തി സാധ്യമാകുന്ന ശരീരത്തിലെ അവയവം ഏതാണ്? ചെവിയാണ്. മനുഷ്യ നേത്രങ്ങൾക്ക് കാണാനാവാത്ത അൾട്രാവയലറ്റ് പ്രകാശം തിരിച്ചറിയുന്ന ജീവിയാണ് തേനീച്ച. ഓർമ്മിക്കണം, മനുഷ്യ നേത്രങ്ങൾക്ക് കാണാനാവാത്ത അൾട്രാവയലറ്റ് പ്രകാശം തിരിച്ചറിയുന്ന ജീവിയാണ് തേനീച്ച. പ്രായം കൂടുന്തോറും കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത കുറയുന്നതാണ് പ്രസ് ബയോപ്പി. ഓർമ്മിക്കണം, പ്രായം കൂടുന്തോറും കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത കുറയുന്ന രോഗമേതാണ്? പ്രസ് ബയോപ്പിയ. നേത്രഗോളത്തിൻ്റെ നീളം വർദ്ധിക്കുന്നതിലാണ് ഓർമ്മിക്കണം ഹ്രസ്വദൃഷ്ടി. ഓർമ്മിക്കണം, നേത്രഗോളത്തിൻ്റെ നീളം വർദ്ധിക്കുന്നതാണ് ഹ്രസ്വദൃഷ്ടി. ദീർഘദൃഷ്ടി. ഓർമ്മിക്കണം, നേത്രഗോളത്തിൻ്റെ നീളം കുറയുന്നതാണ് ദീർഘദൃഷ്ടിയാണ്. ഓർമ്മിക്കണം, നേത്രഗോളത്തിൻ്റെ നീളം വർദ്ധിക്കുന്നതാണെങ്കിൽ ഹ്രസ്വദൃഷ്ടി, നേത്രഗോളത്തിൻ്റെ നീളം കുറയുന്നതാണ് ദീർഘദൃഷ്ടി. പ്രാഥമിക വർണ്ണങ്ങളായ പച്ച, നീല, ചുവപ്പ് എന്നിവ തിരിച്ചറിയാൻ സഹായിക്കുന്നത് കോൺകോശങ്ങളെ ഐഡോപ്സിനാണ്. ഓർമ്മിക്കണം, പ്രാഥമിക വർണ്ണങ്ങളായ പച്ച, നീല, ചുവപ്പ് എന്നിവ തിരിച്ചറിയാൻ സഹായിക്കുന്നത് കോൺകോശത്തിലെ വർണ്ണകേതാണ് ഐഡോപ്സിനാണ്. ഓർമ്മിക്കണം, ഐഡോപ്സിൻ. കോൺകോശങ്ങളുടെ അപര്യാപ്തത മൂലമാണ് ഓർമ്മിക്കണം മൂങ്ങയ്ക്ക് പകല് കാഴ്ചയില്ലാത്തതിന് കാരണം. ഓർമ്മിക്കണം, കോൺകോശങ്ങൾ അപര്യാപ്തത. അപ്പോൾ മൂങ്ങയ്ക്ക് പകല് കാണാൻ പറ്റാത്തതിന് കാരണം ഏതാണ്? കോൺകോശങ്ങൾ. പക്ഷികളിൽ റോഡ് കോശങ്ങൾ തീരെ കുറവാണ്. ഓർമ്മിക്കണം, പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം പക്ഷികളിൽ റോഡ് കോശങ്ങൾ കുറവാണ്. നായ, പൂച്ച എന്നിവയ്ക്ക് രാത്രിയിൽ കണ്ണു തിളങ്ങാൻ കാരണമായ വർണ്ണോത്സവത്തിന് ടപ്പിറ്റാണ്. ഓർമ്മിക്കണം, നായ, പൂച്ച അല്ലെങ്കിൽ ഇതുപോലുള്ള ജീവികൾക്ക് രാത്രിയിൽ കണ്ണു തിളങ്ങാൻ കാരണമായ വർണ്ണോത്സവത്തിന് ടപ്പിറ്റം. കണ്ണിലെ ഏറ്റവും കാഴ്ചശക്തിയുള്ള ഭാഗം ഏതാണ്? ഓർമ്മിക്കണം, പീതബന്ധം എന്നറിയപ്പെടുന്ന യെല്ലോ സ്പോട്ട്. ഓർമ്മിക്കണം, കണ്ണിലെ ഏറ്റവും കാഴ്ചശക്തിയുള്ള ഭാഗം പീതബന്ധം എന്നറിയപ്പെടുന്ന യെല്ലോ സ്പോട്ട്. ഓർമ്മിക്കണം, ദിനേത്രങ്ങളുടെ സമുന്നത ചലനം സാധ്യമാവാത്തതിലുള്ള രോഗം ഏതാണ്? കോങ്കണ്ണ് എന്നറിയപ്പെടും. ഓർമ്മിക്കണം, ദിനേത്രങ്ങളുടെ സമുന്നത ചലനം സാധ്യമാകാത്തതിന് സംഭവിക്കുന്നതാണ് കോങ്കണ്ണ്. നേത്രാവർണ്ണത്തിലുണ്ടാകുന്ന അണുബാധയ്ക്ക് പറയപ്പെടുന്ന പേര് ചെങ്കണ്ണ്. ഓർമ്മിക്കണം, നേത്രാവർണ്ണത്തിലുണ്ടാകുന്ന അണുബാധയ്ക്ക് പറയപ്പെടുന്ന പേര് ചെങ്കണ്ണ്. എക്സിമ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഓർമ്മിക്കണം, എക്സിമ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? അത് കണ്ണാണ്. ഓർമ്മിക്കണം, എക്സിമ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? കണ്ണ്. അനുഭവം യാഥാർത്ഥ്യമാകുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം. ഓർമ്മിക്കണം, കാഴ്ചയെന്ന അനുഭവം യാഥാർത്ഥ്യമാകുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം. കാഴ്ചയെന്ന അനുഭവം യാഥാർത്ഥ്യമാക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം.